So good evening. So നമ്മൾ പ്രൊട്ടക്ഷൻ റിലേ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൊട്ടക്ഷൻ റിലേസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ ജനറൽ ടെർമിനോളജി, അതിന്റെ ഉപയോഗിക്കുന്ന ടേംസ് അല്ലെ, വോൾട്ടേജ് ടേംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, മാക്സിമം വാല്യൂ, ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം വാല്യൂ, ഇങ്ങനെയുള്ള കുറെ കൺക്ലൂഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സർക്യൂട്ട് ബ്രേക്കർ. Now we are coming to the next topic is protection relays. Protection relays എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഈ സെക്ഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, പവർ സിസ്റ്റം സെക്ഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ റിലേസിനാണെന്ന്. മെയിൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ന്യൂമറിക്കൽസ്, ഒന്ന് ഇതിന്റെ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ മോർ റിലേ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് റിലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിയാലും ഷുവർലി ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കുറെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രൊട്ടക്ഷൻ റിലേസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അത് അതേ കണക്ക് തന്നെ സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ CT റേഷ്യോ, ദാറ്റ് മീൻസ് HV ഹൈ വോൾട്ടേജ് സൈഡിൽ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡിൽ ട്രാൻസ്ഫോമറിന്റെ CT തരും അല്ലെ, നമ്മളുടെ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്ന CTയുടെ റേഷ്യോ തരും. ആ റേഷ്യോ ആണെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിനെ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ PSM, പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലംസ്, അതും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റേഴ്സ്. ആ ടോപ്പിക്കിൽ ഹൗ മച്ച് വൈൻഡിങ് ഈസ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ഹൗ മച്ച് വൈൻഡിങ് ഈസ് അൺപ്രൊട്ടക്റ്റഡ്. അപ്പൊ ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം, ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും പവർ സിസ്റ്റം സിലബസ് ഉള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് കൊടുത്താൽ നോക്കിയാലും ശരി, ഈ പറയുന്ന ടോപ്പിക്സിനകത്ത് ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാലും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 3 to 4 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് പവർ സിസ്റ്റം നമ്മൾ എടുക്കാൻ പോകുന്നത്, പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് മൊത്തം 3 സെക്ഷനായിട്ടായിരിക്കും എടുക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് പ്രൊട്ടക്ഷൻ റിലേസ് നമ്പർ 1, റിലേസ് നമ്പർ 2 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്, 3 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫോർ ഓൾട്ടർനേറ്റേഴ്സ് ആണ്. സോ ഈ 3 സെക്ഷനകത്ത് നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ വളരെ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. സോ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് എന്താ പ്രൊട്ടക്ഷൻ റിലേ. പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്രൊട്ടക്ഷൻ റിലേ ഇസ് നത്തിങ് ബട്ട് എ സെൻസിങ് ഡിവൈസ് അല്ലെ. ഒരു സെൻസിങ് ഡിവൈസ് ആണ് പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ റിലേ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ സെൻസിങ് ഡിവൈസ് വെൻ ദ ഇലക്ട്രിക്കൽ സിഗ്നൽ എക്സീഡ്സ് എ പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ എക്സീഡ്സ് എ സെറ്റ് വാല്യൂ, എന്ത് ചെയ്യും? ദ റിലേ വിൽ ആക്ടിവേറ്റ് ആൻഡ് ഗിവ് കമാൻഡ് ടു ദ സർക്യൂട്ട് ബ്രേക്കർ കോൺടാക്ട്സ് ടു ഓപ്പൺ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് എ പ്രൊട്ടക്ഷൻ റിലേ? പ്രൊട്ടക്ഷൻ റിലേ ഇറ്റ് ഈസ് എ സെൻസിങ് ഡിവൈസ്. പ്രൊട്ടക്ഷൻ റിലേ it is a sensing device. അതൊരു സെൻസിങ് ഡിവൈസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മളുടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. നോക്കി, നമ്മളുടെ ഒരു ഫീഡർ ആണ്, അതായത് മേളിൽ ഒരു ബസ് ബാർ ഇതൊരു ഫീഡർ പോകുന്നുണ്ട്. ഈ ഫീഡറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നത്? കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ എന്തായിരിക്കും, പിന്നെ ഒരു ഓക്സിലറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായിരിക്കും? ഒരു ട്രിപ്പ് കോയിൽ ഉണ്ട്, അതിലൊരു ബാറ്ററി ഉണ്ട്, പിന്നെ എന്തായിരിക്കും ഒരു ട്രിപ്പ് കോണ്ടാക്ട് ഉണ്ട്, പിന്നെ എന്തായിരിക്കും ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട്. അപ്പം എന്തായിരിക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? നോക്കിയേ, ഫോർ എക്സാമ്പിൾ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ അല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഒരു ഫോൾട്ട്, F എന്ന് പറയുന്ന ഒരു ഫോൾട്ട് നമ്മുടെ സിസ്റ്റത്തിൽ സംഭവിച്ചു അല്ലെ. ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കറണ്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ഇത് കറണ്ട് ട്രാൻസ്ഫോമർ ഡിറ്റക്ട്സ് ദിസ് ഫോൾട്ട് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കറണ്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്താവും? നേരെ വന്നിട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എങ്ങനെയാ പോയിരിക്കുന്നത്? റിലേ കോയിലിനെ എനർജൈസ് ചെയ്യും. സോ വെൻ ദ റിലേ കോയിൽ എനർജൈസസ് ഇറ്റ് വിൽ ക്ലോസ് ദ ട്രിപ്പ് കോണ്ടാക്ട്. ഈ ട്രിപ്പ് കോണ്ടാക്ട് എന്ത് ചെയ്യും? ക്ലോസ് ആവും. ട്രിപ്പ് കോണ്ടാക്ട് ക്ലോസ് ആകുമ്പോഴത്തേക്ക് എന്താ? വൺസ് ദിസ് ട്രിപ്പ് കോണ്ടാക്ട് ഈസ് ക്ലോസ്ഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് കംപ്ലീറ്റ് സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് അല്ലെ. ട്രിപ്പ് കോയിലും എന്തായിരിക്കും നമ്മുടെ ബാറ്ററിയും കൂടെ ചേർന്ന് കംപ്ലീറ്റ് സർക്യൂട്ട് ഉണ്ടാവും. ദിസ് സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും? ഇത് ക്ലോസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ് നമ്മുടെ ട്രിപ്പ് കോയിൽ ഡെവലപ്പ് ചെയ്യും. എന്ത് ചെയ്യും? ദ കോണ്ടാക്ട്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് സെപ്പറേറ്റഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദ ഫോൾട്ടി സെക്ഷൻ ഈസ് എന്തായിരിക്കും? ദ ഫോൾട്ടി സെക്ഷൻ ഈസ് സക്സസ്ഫുള്ളി ഐസൊലേറ്റഡ് ഫ്രം ദ ഹെൽത്തി സെക്ഷൻ. സോ ഇതെങ്ങനെയായിരിക്കും നമ്മളുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക് ഓപ്പറേഷൻസ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. സോറി, ഓഫ് എ പ്രൊട്ടക്ഷൻ റിലേ എങ്ങനെയായിരിക്കും? CT ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും വരിക?
CT ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും വരുന്നത് നമ്മുടെ റിലേ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും വരുന്ന സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും. അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു ഇതായിരിക്കും ഒരു സീക്വൻസിനായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പ്രൊട്ടക്ഷൻ റിലേ. ദ റിലേ ഈസ് കോൾഡ് റിലേ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? റിലേ ഈസ് കോൾഡ് ദ മാസ്റ്റർ ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ സ്ലേവ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ റിലേ എന്തായിരിക്കും? റിലേ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ആണ് അല്ലെ. ബിക്കോസ് മാസ്റ്റർ സെൻസ് ദ ഫാൾട്ട് അല്ലെ. റിലേ ഈസ് ദ മാസ്റ്റർ ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ എന്തായിരിക്കും? സർക്യൂട്ട് ബ്രേക്കർ will act as the slave because as per the instruction given by the relay സർക്യൂട്ട് ബ്രേക്കർ operates. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ this fault is sensed by the protection relay. ആരായിരിക്കും പ്രൊട്ടക്ഷൻ റിലേ സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത്? CT will play the role of sensing and it will close the trip contact and then the relay will get energized and this relay will initiate the opening of the circuit breaker contacts. So therefore we can say this relay is act as a master and the circuit breaker is act as a slave എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ഫോൾട്ട് ആണെങ്കിൽ അല്ലേ. ദാറ്റ് മീൻസ് ഇപ്പൊ റിലേ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്തായിരിക്കും? ഒരു സെറ്റഡ് വാല്യൂ ഉണ്ടാവും. എപ്പോഴാണോ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ അല്ലെ, ഒരു അബ്നോർമൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഫോൾട്ട് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ എന്തായിരിക്കും? അതിന്റെ കറണ്ട് സെറ്റഡ് വാല്യൂ കാട്ടിയും എപ്പോഴാണോ ഇത് കൂടുതലായിട്ട് പോകുന്നത് അല്ലെ, അപ്പോഴത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ട്രിപ്പ് കോൺടാക്ട് ക്ലോസ് ആവുകയും റിലേ ഇതിനെ സെൻസ് ചെയ്യുകയും then it will open the contacts of the circuit breaker. Then this is how our circuit breaker is effectively breaking the system from the faulty system. So it is a general operation of the protection relay. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഇറ്റ് ഈസ് കാൾഡ് സെലക്ടിവിറ്റി. റിലേയുടെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ നമ്മൾ പറയാണ് സെലക്ടിവിറ്റി ഡെഫിനിഷൻസ്. ഫസ്റ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സെലക്ടിവിറ്റി. സെക്കൻഡ് വൺ ഈസ് എന്തായിരിക്കും? സെൻസിറ്റിവിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് റിലയബിലിറ്റി and fourth one is speed and fifth one is economy and the last one is simplicity. So these are the definitions of an electrical protection relay. That നമുക്ക് ഓരോന്നും നമുക്ക് നോക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാം what is selectivity. What is meant by selectivity? First one, what is meant by selectivity? What is meant by selectivity of a relay? That is the ability of the relay to discriminate the faulty section from the healthy section. Because നമുക്കറിയാം ഒരു പവർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഒന്നിലധികം ഫീഡേഴ്സ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നുണ്ടാവും അല്ലെ. അപ്പം ആ സ്റ്റേഷനിൽ നിന്ന് ഏത് ഫീഡറിലാണോ ഫാൾട്ട് ഉണ്ടായിരിക്കുന്നത് അത് എന്ത് ചെയ്യണം? The relay has to discriminate the fault അല്ലെ. The relay has to discriminate the fault. അപ്പം ദാറ്റ് മീൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് 5 ഫീഡർ പോകുന്നുണ്ട്. അഞ്ചാമത്തെ ഫീഡറിൽ ഫോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും? അഞ്ചാമത്തെ ഫീഡറിലുള്ള റിലേ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അഞ്ചാമത്തെ ഫീഡറിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യണം അല്ലെ. അല്ലാതെ നമ്മൾ അഞ്ചാമത്തെ ഫീഡറിൽ ഫോൾട്ട് ആണെങ്കിൽ മെയിൻ ട്രാൻസ്ഫോമർ ട്രിപ്പ് ആയ എന്തായിരിക്കും സംഭവിക്കുക? അത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആവും. ദാറ്റ് മീൻസ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് സെലക്ടിവിറ്റി. ദാറ്റ് മീൻസ് എബിലിറ്റി ഓഫ് ഡിസ്ക്രിമിനേറ്റിംഗ് ദ ഫോൾട്ട്. It is called selectivity. The ability of a relay for discriminating the faulty feeder from a healthy feeder, it is called selectivity. Therefore, what is the definition? Selectivity can be defined as the ability of discriminating fault. It's the ability of discriminating the fault. It is the ability of discriminating fault. It is called selectivity of the relay. So this selectivity നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. It is unit protection and the second one is non-unit protection. So selectivity can be categorized as one is unit protection. One is called unit protection and the second one is non-unit protection. So what is meant by unit protection? നമുക്ക് നോക്കണം. Unit protection. Suppose എന്താ യൂണിറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരിക്കലും ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് ആസ് എ ട്രാൻസ്ഫോമർ 220 kV 100 MVA ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. 100 MVA ട്രാൻസ്ഫോമർ. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഡിഫറൻഷ്യൽ റിലേ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽ റിലേ പ്രൊട്ടക്ഷൻ.
So this is the transformer and this is the outgoing feeder, outgoing cable or our transmission line from the transformer. Suppose ഞാൻ പറയാണ് ഈ ട്രാൻസ്ഫോമറിന് സപ്പോസ് എ ഫോൾട്ട് ഈസ് ഒക്കറിങ് ഹിയർ, ഈ പോയിന്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫോൾട്ട് ഒക്കർ ചെയ്തു അല്ലെ, എന്തായിരിക്കും ആ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്ഗോയിങ് കേബിളിൽ നിന്ന് അല്ലെങ്കിൽ എന്താ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് പോകുന്ന എന്തായിരിക്കും നമ്മൾ ഓവർഹെഡ് ലൈനിൽ നിന്ന് എന്തായിരിക്കും ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോൾട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. Then my question is whether this differential relay operate or not. ഡിഫറൻഷ്യൽ റിലേ ഓപ്പറേറ്റ് ചെയ്യോ ഇല്ലയോ? എന്തായിരിക്കും? The answer is the relay will not operate because എന്തായിരിക്കും? Because it is an external fault. ഡിഫറൻഷ്യൽ റിലേ നമ്മൾ എങ്ങനെ ആയിരിക്കും വെക്കുക? ഡിഫറൻഷ്യൽ റിലേ ഇത് നമ്മൾ എങ്ങനെ ആയിരിക്കും കണക്ട് ചെയ്ത് വെക്കുന്നത്? പ്രൈമറിയിൽ ഉണ്ടാവും, സെക്കൻഡറിയിൽ സീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ആ ട്രാൻസ്ഫോമറിന്റെ എന്തായിരിക്കും ഇൻപുട്ട് കറണ്ടും ഔട്ട്ഗോയിങ് കറണ്ടും അല്ലെ, അതായത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കറണ്ടും സെക്കൻഡറി കറണ്ടിൽ നമ്മൾ സീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു അൺബാലൻസിങ് അല്ലെങ്കിൽ അവിടെ ഒരു എന്തായിരിക്കും ഒരു ഹെവി കറണ്ട് റൈസ് അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ ഡിഫറൻഷ്യൽ റിലേ ഓപ്പറേറ്റ് ആവത്തുള്ളൂ അല്ലെ. അപ്പോ ഈ യൂണിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയുകയാണ് ഡിഫറൻഷ്യൽ റിലേ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന 100 MVA ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ദ ഫോൾട്ട് ഈസ് ഒക്കറിങ് അറ്റ് എഫ് എന്ന് പറയുന്ന പൊസിഷനിൽ ഫോൾട്ട് ഒക്കർ ചെയ്യാണ്. അപ്പം മൈ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദ റിലേ ഈസ് ആക്ടിവേറ്റ് ഓർ നോട്ട്. ദ ആൻസർ ഈസ് ദ റിലേ വിൽ നോട്ട് ആക്ടിവേറ്റ് ബിക്കോസ് അല്ലെങ്കിൽ ദ റിലേ വിൽ നോട്ട് ഓപ്പറേറ്റ് ബിക്കോസ് ദിസ് ഫോൾട്ട് ഈസ് because this is an external fault. Because it is an external fault. This is an example of unit protection because therefore we can say the relay responds when the fault is in its zone. It is called unit protection. That means the relay response for example unit protection can be defined as when the relay response when the relay response when fault is in its zone when fault is in its zone അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് it is called unit protection because എന്തായിരിക്കും differential protection. How the differential protection is established നമുക്കറിയാം. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിംഗ് ആണ്. ഞാൻ മൊത്തത്തിൽ വരച്ച് കാണിക്കുന്നില്ല. പ്രൈമറി വൈൻഡിംഗ് സെക്കൻഡറി വൈൻഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഇവിടെ സീറ്റ് വെക്കും. പ്രൈമറി സെക്ഷൻ നമ്മൾ സീറ്റ് വെക്കും. പിന്നെ എന്തായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സീറ്റ് വെക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ആയിരിക്കും നമ്മൾ സീറ്റ് കണക്ഷൻ പോകുന്നത്. therefore എന്തായിരിക്കും ഈ ഫോൾട്ട് the fault which is in between after the CTs അല്ലെ, അതായത് ഈ സീറ്റ് കഴിഞ്ഞിട്ടും ഈ സീറ്റിക്ക് മുന്നേ അതായത് ഇത്രയും പോർഷൻ ആയിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ നമ്മൾ പ്രൊട്ടക്ഷൻ സംഭവിക്കുന്നത്. അല്ല നമ്മൾ എന്ത് ചെയ്തത് ട്രാൻസ്ഫോമറിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ആവുന്നില്ല? ഡിഫറൻഷ്യൽ റിലേ പ്രൊവൈഡ് ചെയ്യുന്നില്ല. therefore the very important differential relay it is an example of unit protection. therefore ഓർത്ത് വെക്കുക യൂണിറ്റ് പ്രൊട്ടക്ഷൻ എക്സാമ്പിൾ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ റിലേ. Why? Because when the relay will not respond, the relay will not respond when the fault is outside of its zone. അങ്ങനെ ഞാൻ പറയാം, നമ്മളുടെ സോണിൽ എന്റെ പ്രൊട്ടക്ഷൻ സോണിൽ അല്ലാതെ ഫോൾട്ട് വരികയാണെങ്കിൽ the relay will not respond. It is called unit protection. The example of unit protection is differential relay. Important. The next one, what is non-unit protection? Next one is non-unit protection. The opposite അല്ലേ? Non-unit protection. Or suppose what's a transmission line? There is a transmission line on the area. Transmission line A എന്ന് പറയുന്ന ഒരു relay, B എന്ന് പറയുന്ന relay, A എന്ന് പറയുന്ന relay, B എന്ന് പറയുന്ന relay വെച്ചിട്ടുണ്ട് അല്ലേ? For example, if a fault is occurring in this position, ഈ ഒരു fault ഈ ഒരു പാർട്ടിൽ F എന്ന് പറയുന്ന ഒരു fault occur ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും? If the fault is occurring at the point എന്തായിരിക്കും? At the section BX എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു ഫോൾട്ട് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? This fault has to be cleared by the relay B എന്ന് പറയുന്ന relay the fault has to cleared by the relay B. If B fails, B എന്ന് പറയുന്ന relay operate ചെയ്തില്ല, ഈ ഫോൾട്ടിനെ സെൻസ് ചെയ്യാൻ പറ്റില്ല, then who will operate? A has to operate. That means the relay responds to the fault ഇതായിരിക്കും when even it is out of its zone, അല്ലെങ്കിൽ the relay responds when fault is out of its zone. That is called non-unit protection. Therefore we can say that in non-unit protection, what is that? The relay response ഇതായിരിക്കും when the fault is out of its zone. When the fault is out of its zone, it is called non-unit protection. Example of non-unit protection is what is distance relay. Example of non-unit protection is distance relay. So very important രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. What is unit protection? What is non-unit protection? The unit protection means എന്തായിരിക്കും? The relay
does not respond if the fault is outside its zone. It is called unit protection. Then non-unit protection, that if the relay respond when the fault is even in the out of its zone, it is called non-unit protection. Example of non-unit protection is distance relay, and the example of unit protection is differential relay. Very, very important. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള question ആണത്. Then next definition, it is called sensitivity. It is called next definition of relay. It is called sensitivity. Sensitivity means what is sensitivity? It is defined as a minimum signal that the relay tends to operate. It is called sensitivity. For example, the relay, suppose this is a relay. This relay, it is set at a 5 amps relay. ഞാൻ പറയാണ് എന്തായിരിക്കും 5 amps എപ്പോഴാണോ എന്റെ വാല്യൂ എന്തായിരിക്കും എന്റെ സിസ്റ്റത്തിലെ കറണ്ട് അല്ലെ ഒരു അബ്നോർമാലിറ്റി സെറ്റഡ് വാല്യൂനെക്കാട്ടി എബോവ് പോകുന്നത്, then the relay will operate. For example, 5.5 amps 5.5 amps ആകുമ്പോഴത്തേക്കും സപ്പോസ് 5 amps സെറ്റ് വെച്ചിരിക്കുന്ന റിലേ ആണ്. 5.5 amps ആകുമ്പോഴത്തേക്കാണ് ഇത് ട്രിപ്പ് ആവുന്നത്, അല്ലെങ്കിൽ റിലേ ആക്ടിവേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ 5.01 amps ആവുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഈ റിലേ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് റിലേ is more sensitive. That means how എന്തായിരിക്കും the minimum signal the relay tends to operate. 5 amps സെറ്റ് വെച്ചിരിക്കുന്ന റിലേ ഉണ്ട്, എന്തായിരിക്കും ഞാൻ പറയുന്നത് 5 amps-നെ കാട്ടി എപ്പോഴാണോ എന്റെ സെറ്റഡ് വാല്യൂനെ കാട്ടി എബോവ് പോകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം? റിലേ ആക്ടിവേറ്റ് ആണ് അല്ലെ, അതല്ലേ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് 5 amps സെറ്റ് ചെയ്തിരിക്കുന്ന റിലേ 5.01 5.02 5.03 ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് 5.5 amps ആകുമ്പോഴത്തേക്ക് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the relay is operating. But when we compare the sensitivity, the relay which is operating at 5.01 amps 5 amps-നെ കാട്ടി ഒരു മിനിമം വളരെ ചെറിയൊരു ഇൻക്രിമെന്റ് പോലും ക്യാച്ച് അപ്പ് ചെയ്ത് റിലേ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ then that relay is having high sensitivity. And one important point to remember, the sensitivity is expressed in objective question ആണ്. Sensitivity is expressed in what? Sensitivity is expressed in VA അഥവാ volt amperes. It's very, very, very important question. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. Sensitivity is expressed in volt amperes. So നമ്മൾ സെൻസിറ്റിവിറ്റി പഠിച്ചു, എന്തായിരിക്കും സെൻസിറ്റിവിറ്റി പഠിച്ചു, അതിന്റെ യൂണിറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് പഠിച്ചു. എന്തായിരിക്കും? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട് ആംപിയേഴ്സ്. അല്ലെങ്കിൽ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? Therefore sensitivity can be defined as എങ്ങനെ പറയാൻ പറ്റും? The minimum signal that the relay will operate. Minimum signal the relay tends to operate. That the relay tends to operate. It is called, this is a definition of sensitivity. So next point is, what is the next definition? Reliability. Reliability. Next definition about relay, it is reliability. Reliability means how the reliable is. That means if any fault in the system, the relay has to operate. That means how the reliable to operate the relay, how reliable it is. എത്രമാത്രം വിശ്വാസ്യത ഉണ്ട് അല്ലെ. That means if there is a fault, the relay has to operate. That is called reliability. അപ്പോൾ that means how reliable അല്ലെ. We can ഇങ്ങനെ പറയാൻ പറ്റില്ല. How reliable ഇതായിരിക്കും the relay will operate. The relay will operate under a fault condition. Under fault. So how the reliability can be improved? The reliability can be improved by it can be improved by it can be improved by how the reliability can be improved. First one, it can be improved by proper maintenance. ഒരു സബ്സ്റ്റേഷനിൽ ഒരു ഫീഡർ നമ്മൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും അതിന്റെ റിലേ ഓപ്പറേറ്റ് ആവുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പീരിയോഡിക്കായിട്ട് എല്ലാ ഇയേഴ്സിലും നമ്മൾ ചെയ്യുന്ന റിലേ നമ്മൾ ടെസ്റ്റ് ചെയ്യും. എങ്ങനെ ആയിരിക്കും? നമ്മൾ ഫുള്ള് എല്ലാ അതിന്റെ ഔട്ട് ഗോയിങ് നമ്മൾ റിലേ മാത്രം സെപ്പറേറ്റ് എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് എന്തായിരിക്കും എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും?
സെറ്റ് വാല്യൂസ് നമ്മൾ external ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 5 ആംസിലാണ് റിലേ ആക്ടിവേറ്റ് ആവുന്നതാണെങ്കിൽ ബൈ യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് വി ആർ ഇൻജെക്ടിങ് 5 ആംസ് ആൻഡ് വെദർ we are confirming that the relay is picking up that value and it is giving the command for the circuit breaker to operate. That means in a normal case we have to do the testing of the relay by using the external testing kit, and also we have to check the functional test also. That is called the proper maintenance. Then why we have to do all those things in order to improve the reliability of the relay. Then second one, how we can next method to improve the reliability by using good quality materials. By using good quality materials. For example, ഇപ്പോൾ നമ്മൾ റിലേസിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, റസ്റ്റിംഗ് എടുക്കുന്ന അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതിന്റെ റിലയബിലിറ്റി കുറയും അല്ലെ. പകരം നമ്മൾ സിലിക്കൺ സ്റ്റീലോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, എന്തായിരിക്കും സംഭവിക്കുക, റിലയബിലിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്. സോ ഓർത്ത് വയ്ക്കുക, റിലയബിലിറ്റി മീൻസ് ഹൗ ഫാസ്റ്റ് the relay will operate. It can be improved by proper maintenance and by using good quality material. That is called reliability. Then fourth definition, what is the fourth definition? Speed is the fourth definition. Speed ne patti parnal endaayirikkum vara, the speed of the relay means it should neither too fast nor too slow. Adu valare important aanu. Appo nammal parayanengil ipo speed ne namukku ingane parayam alle, speed നമ്മൾ പറഞ്ഞാൽ ഇപ്പം നോർമൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കണം, അത് ഫാസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ, ഫാസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷെ എന്താവരുത്, ടു ഫാസ്റ്റ് ആവരുത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ഫാസ്റ്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ടു സ്ലോ. ഇത് രണ്ടും ആപ്ലിക്കബിൾ അല്ല. ഹൗ, എന്തുകൊണ്ടായിരിക്കും വരിക, ഇപ്പൊ ടു ഫാസ്റ്റ് ഈവൻ ഇപ്പൊ നമ്മൾ പറയാം ടു ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, സംടൈംസ് ദ റിലേ ഈവൻ ഓപ്പറേറ്റ് എന്തായിരിക്കും when there is no fault. That means sometimes even without fault also the relay will operate. That is called too fast condition. For example, ഞാൻ പറയാണ്, നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ പഠിക്കും. ട്രാൻസ്ഫോമറിൽ നമ്മളിപ്പം അതിന്റെ ട്രാൻസ്ഫോമർ എനർജൈസ് ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ അറ്റ് ടൈം t=0+ എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ if you are going to energize a transformer, then എന്തായിരിക്കും സംഭവിക്കുക, inrush current is developed in the transformer during the switch on time. Switch on time എന്തായിരിക്കും, ഒരു ഹെവി ഇൻറഷ് കറണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻറഷ് കറണ്ട് എങ്ങനെയായിരിക്കും, 5 to 10 times the full load കറണ്ട് ആയിരിക്കും വരിക, ഇൻറഷ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻറഷ് കറണ്ട് ഉണ്ടാവാൻ കാര്യം എന്തായിരിക്കും വരിക, നമ്മൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും, when switch on സമയത്ത് എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തായിരിക്കും, 2 times the maximum ഫ്ലക്സ് ആയിരിക്കും. ദിസ് എഫക്ട് നമ്മൾ പറയുന്നത് ഡബ്ലിംഗ് എഫക്ട് എന്ന് പറയുന്നത്, അത് നമ്മൾ ട്രാൻസ്ഫോമർ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഡബ്ലിംഗ് എഫക്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ഇത്ര മനസ്സിലാക്കാൻ വയ്ക്കുക, ഈ ഡബ്ലിംഗ് എഫക്ട് മൂലം because of the doubling effect the inrush current it is more, the current drawn by the transformer is more than the rated current. അപ്പോൾ അതെന്തായിരിക്കും, അത് ആ കറണ്ട് എന്തായിരിക്കും, ഒരു 2 to 3 സൈക്കിൾസ് മാത്രമേ അല്ലെങ്കിൽ less than 1 seconds മാത്രമേ ആ കറണ്ട് വിസ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ. സോ the relay has to understand it is not the fault അല്ലെ. അപ്പൊ ടു ഫാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, നമുക്ക് ട്രാൻസ്ഫോമർ എനർജൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ആർ ഗോയിങ് ടു എനർജൈസ് എ ട്രാൻസ്ഫോമർ, ഷുവർലി ദ റിലേ വിൽ ഓപ്പറേറ്റ് ആൻഡ് ട്രിപ്പ് ദ ബ്രേക്കർ. സോ അത് നമുക്ക് പാടില്ല. Therefore the relay it should not operate too fast. It should operate fast, but it should not operate too fast, because in case of the transformer, that means as we know during the energization of the transformer a high level of inrush current is induced in the transformer because of the doubling effect. So ഈ doubling effect the relay should not think this doubling effect as a fault. If it is think it is a fault, then the relay will operate and the circuit breaker is opened. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. That is a concept. That means the relay should not operate too fast, it should not operate too slow. That is why in all the relays that they are putting some time delay. It is called inrush time delay. എല്ലാ റിലേയിലും വെച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ വെക്കുന്ന എല്ലാ റിലേയിലും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, inrush time delay വെച്ചിട്ടുണ്ട്. That is about maybe 1 second or 1.5 seconds that normally they are putting that time delay. That means at that time during the time of inrush the relay will accept that one and the relay will not operate. That is the speed of the relay. Then too slow means I think there is no need of any explanation. Too slow means എന്തായിരിക്കും, fault already action fault ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, the equipment will get damaged. So the relay should operate fast, but it should not be too fast and it should not be too slow. Another objective bit, ഏറ്റവും fastest relay high speed relay എന്ന് വെച്ചാൽ എന്തായിരിക്കും പറയാൻ പറ്റുക, high speed relay, instantaneous relay is the high speed relay. Instantaneous relay
is the high speed relay. Instantaneous relay. Another high speed relay. High speed relay, and its operating time is less than 0.1 second. Its operating time is less than 0.1 second. Then next നമ്മൾ പോകുന്നത് പറഞ്ഞാൽ അടുത്ത നമ്മൾ കുറച്ച് സിമ്പിൾ പ്രൊട്ടക്ഷൻ ടേംസിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ എക്കണോമി അടുത്ത ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്കണോമി പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്കണോമി മീൻ ഓഫ് ദ റിലേ മീൻസ് ഇറ്റ് ഷുഡ് ബി 5%, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5% ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ. അത് വളരെ വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. ഇപ്പൊ നമ്മളിപ്പം കുറച്ച് ജനറൽ ടെർമിനോളജി നമ്മൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ജനറൽ ടേംസ്. First one, operating torque. Operating torque or force. Torque അല്ലെങ്കിൽ force എന്ന് പറയാം. Operating torque or force. രണ്ടാമത്തത് restraining force. Restraining torque. മൂന്നാമത്തത് pickup value. The fourth one, reset or drop out. Reset or drop out. Pickup value or threshold value. Pickup value or threshold value. Then fifth one, primary protection. And the last one, backup protection. So these are the general terms that we are going to discuss about the relay. Okay. വളരെ നമുക്ക് ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബേസ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്കിനെ പറ്റി നമ്മൾ പറയാൻ പോവാണ്. ഓപ്പറേറ്റിംഗ് ടോർക്ക്. So ടോർക്ക് ഇക്വേഷൻ ഓഫ് ദ റിലേ. ഒരു റിലേയുടെ ടോർക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശ്രദ്ധിക്കുക. ടോർക്ക് ഇക്വേഷൻ ഓഫ് ദ റിലേ. Torque equation of the relay is given by T is equal to എന്തായിരിക്കും ടോർക്ക് ഇക്വേഷൻ എന്നല്ല യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ എന്ന് പറയാം. യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ ഓഫ് ദ റിലേ എന്ന് പറയാൻ പറ്റും. എന്തായിരിക്കും T is equal to K1 into I square plus K2 into V square plus K3 voltage into current, K3 VI into cos of theta minus tau plus K4. Sorry, minus K4. This is called the universal torque equation. K1 I square, it is called the current component. K2 V square, it is called the voltage component. And K3 VI cos of theta minus tau, it is called directional. And K4, it is called spring constant. That means ഇപ്പൊ നമ്മൾ നോക്കാണ്. ഇപ്പം ഒരു യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ ഹാവിംഗ് കറന്റ് കമ്പോണന്റ്, വോൾട്ടേജ് കമ്പോണന്റ്, ഡയറക്ഷണൽ കമ്പോണന്റ് ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. That means that if operating torque is greater than the restraining torques, എന്തായിരിക്കും the relay will operate. For example, ഇപ്പൊ ഞാൻ പറയുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്. That means the relay operate ഉള്ള കണ്ടീഷൻ എന്തായിരിക്കും? If operating torque it is greater than എന്തായിരിക്കും restraining torque. If operating torque it is greater than restraining torque, എന്തായിരിക്കും effect? The relay operates. For example, ഇതിനകത്തുള്ള ഈ യൂണിവേഴ്സൽ ഇക്വേഷനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും ഓപ്പറേഷൻ ടോർക്ക് ആയിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും റീസ്ട്രെയിനിങ് ടോർക്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാൻ പോവാണ് എന്തായിരിക്കും, ഞാൻ ഓവർ കറണ്ട് റിലേ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഓവർ കറണ്ട് റിലേ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും K1 into I square അല്ലെ, which is greater than എന്തായിരിക്കും റീസ്ട്രെയിനിങ് ടോർക്ക് എന്തായിരിക്കും K4. Therefore, in overcurrent relay, K1 into I square, it is called the current term. The relay will operate when the current it is greater than K4 spring constant. That means, എപ്പോഴാണോ എന്റെ ഓപ്പറേറ്റിംഗ് ടോർക്ക് it is greater than the restraining torque ആവുന്നത് എന്തായിരിക്കും the relay will operate.
That means it is based upon the operating quantity and a restraining quantity. We can design the relay, or we can confirm the, or we can analyze the operation of the relay. ഇത്ര ഓർത്ത് വയ്ക്കുക. അവിടെ നമ്മൾ നോക്കിയേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക എന്താണ് യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ, ഓർത്ത് വയ്ക്കുക എന്താണ്, എങ്ങനെയായിരിക്കും റിലേ ഓപ്പറേറ്റ് ആവുന്നത്. When the operating torque is greater than the restraining torque, the relay operates. അത് ഓർത്ത് വയ്ക്കുക. Then next one, what is called restraining torque? Restraining torque, B, restraining torque അല്ലേ. Restraining torque. That means it is similar to the controlling torque in a measurement. Measurement എന്തായിരിക്കും സംഭവിക്കുക, നമ്മൾ ഒരു deflecting torque കൊടുക്കുമ്പോൾ എന്തായിരിക്കും, when we give an actuating quantity എന്തായിരിക്കും, it produces a deflection torque, and as a result the pointer it will move to the x എന്ന് പറഞ്ഞ പൊസിഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. Then എന്തായിരിക്കും ഈ പോയിന്ററിനെ എന്തായിരിക്കും bring back to zero, and to make the pointer stable we need എന്തായിരിക്കണം controlling torque. അപ്പോൾ എന്തായിരിക്കും restraining torque means it is എന്തായിരിക്കും similar to the controlling torque in a measurement എന്ന് പറയാൻ പറ്റും. Therefore restraining torque it resembles എന്തായിരിക്കും control torque in measurement. That means it is similar to controlling torque in measurement. Next point, pickup value. It is defined as the minimum value above which the relay operates. We can tell that it is a minimum value. It is a minimum value above which the relay operates. For example, the overcurrent relay, suppose if the relay is set for 5 amps, എപ്പോഴാണോ 5.01 ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ 5.5 ആംസിനെ കണ്ടി കൂടുതൽ ആവുന്നത്, എന്തായിരിക്കണം the relay should operate. Therefore this 5 amps it is called the what is that pickup value. That means the minimum value above the relay should operates. It is called എന്തായിരിക്കും pickup value. Then next point is reset. റീസെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഇത് പ്രാക്ടിക്കൽ സബ്സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിനെ പറ്റി അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് റിലേ ആണ്. ദിസ് ഇസ് അവർ റിലേ, ദിസ് ഇസ് അവർ സർക്യൂട്ട് ബ്രേക്കർ. That means in case ഒരു ഫോൾട്ട് ഉണ്ടായി അല്ലേ, in case of fault, സപ്പോസ് ഒരു ഫോൾട്ട് ഡെവലപ്പ് ചെയ്തു, in case of fault എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കർ എന്തായി, സർക്യൂട്ട് ബ്രേക്കർ it is in case of fault എന്തായിരിക്കും റിലേ പിക്കപ്പ് ചെയ്തു അല്ലേ, the relay picks up അല്ലേ, and the circuit breaker എന്താ ചെയ്യും, circuit breaker operates, CB ഓപ്പറേറ്റ് ചെയ്തു അല്ലേ, breaker operates. I rectify the fault, ഞാൻ ആ fault ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തു, then I am going to put on the circuit breaker. അപ്പോൾ ഞാനിപ്പോൾ ഫോൾട്ട് ക്ലിയർ ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ ഫോൾട്ട് വീണ്ടും സർക്യൂട്ട് ബ്രേക്കർ ഓൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, the circuit breaker will not close. ആ സമയത്ത് എന്ത് ചെയ്യുക, സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ് ആവില്ല, ബിക്കോസ് എന്തായിരിക്കും, that means we have to ensure that before closing the circuit breaker the relay must be re-energized, because already ഒരു ഫോൾട്ട് F എന്ന് പറഞ്ഞ ഫോൾട്ട് ഇവിടെ ഉണ്ടായപ്പോൾ സമയത്ത് റിലേ എന്താണ്, റിലേ എനർജൈസ് ആയിരുന്നു. ആ റിലേ എന്ത് ചെയ്തു, ആ റിലേ എനർജൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്തു, ഫോൾട്ടിനെ ഐസൊലേറ്റ് ചെയ്തു, തിരിച്ച് നമ്മൾ സിസ്റ്റത്തിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബിഫോർ ക്ലോസിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ we must be re-energize the relay. It is called ഈ re-energize ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പറയുന്നത് reset എന്ന് പറയുന്നത്. Therefore the point is before closing the circuit breaker, after clearing the fault, the relay must be എന്തായിരിക്കണം, re-energized. The point is before closing circuit breaker എന്തായിരിക്കണം, circuit breaker എന്തായിരിക്കണം, after the fault after the fault clearance എന്തായിരിക്കണം, the relay must be reset or re-energized. Relay must be reset or re-energized. This is called reset എന്ന് പറയുന്നത്. Next is called primary protection. Primary protection means it is a first defense of line അല്ലേ. What is next is എന്തായിരിക്കും, primary protection അല്ലേ. Next is അഞ്ചാമത്തെ അല്ലേ, fifth one, it is primary protection. What is primary protection? It is a first defense of line അല്ലേ, first level of protection നമ്മൾ എന്ത് പറയുന്നത്, primary protection എന്ന് പറയുന്നത്. It is a first defense of line. Next is എന്തായിരിക്കും, backup protection.
protection. What is this? If primary protection fails, backup protection comes in picture. Primary protection fail ആയി കഴിഞ്ഞാൽ backup protection വരും അല്ലേ? If primary protection fails, backup protection will come in picture അല്ലേ? Will come in picture. Will come in picture അല്ലെങ്കിൽ backup protection will come in picture or backup protection will operate പറയാൻ പറ്റും. അതായത് പ്രൈമറി പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ആയില്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ട്, ഒരു ഫോൾട്ട് സംഭവിക്കുമ്പോഴത്തേക്ക് പ്രൈമറി പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ആയില്ലെങ്കിൽ ആര് ഓപ്പറേറ്റ് ആവും? നമ്മളുടെ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റ് ആവുമെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തൊരു ടെർമിനോളജിയാണ് സീലിൻ റിലേ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സീലിൻ റിലേ എന്താണുള്ളത്. സീലിൻ റിലേ ഇറ്റ് ഈസ് ആൻ എന്ത് റിലേ ആയിരിക്കും? ഇറ്റ് ഈസ് ആൻ ഓക്സിലറി റിലേ. ഓർത്ത് വയ്ക്കുക, സീലിൻ റിലേ. Sealant relay is an auxiliary relay. It is an auxiliary relay. For example, നമ്മൾ പറയാണ് എന്തായിരിക്കും auxiliary relay. അടുത്ത പോയിന്റ് എന്തായിരിക്കും? It is placed in, it is connected അല്ലെങ്കിൽ it is placed in parallel with the main relay. It is placed in parallel with the main relay. അടുത്ത പോയിന്റ് it is energized from main relay. നമ്മൾ നോക്കി എങ്ങനെ ആയിരിക്കും വരിക? സപ്പോസ് ദിസ് ഈസ് എ മെയിൻ റിലേ, ഇതാണ് മെയിൻ റിലേ എങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മളുടെ സീലൻ റിലേ വരുന്നത്? ദിസ് ഇസ് എ സീലൻ റിലേ. Sealant relay അല്ലെങ്കിൽ എന്താ? auxiliary relay. What is the responsibility? What is the function? The responsibility of the main relay, some part of the responsibility of main relay is handed over to sealant relay. അപ്പം എന്തായിരിക്കണം? The capacity is heavier than എന്തായിരിക്കണം? മെയിൻ റിലേ. കൂടെ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷേ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് സീലന്റ് റിലേ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും auxiliary relay? How is their connected is connected in parallel with the main relay, and it is energized from main relay. ഈ 3 പോയിന്റും ഓർത്ത് വയ്ക്കുക. പിന്നെ ബാക്കി ഇതിന്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബാക്കി ഇതിന്റെ ടോപ്പിക്സ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നോക്കിയേ. നെക്സ്റ്റ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നതായിരിക്കും ഡയറക്ഷണൽ റിലേസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയറക്ഷണൽ റിലേസ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടെങ്കിലും ഇലക്ട്രിക്കൽ ബേസ്ഡ് ഉള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടെങ്കിലും ഇത് 80% കോമ്പറ്റേറ്റീവ് എക്സാംസിന് കണ്ടുപിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്തായിരിക്കും? ദ ഡയറക്ഷൻ റിലേ ഓപ്പറേറ്റ്സ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡയറക്ഷണൽ റിലേസ് ഓപ്പറേറ്റ്സ് based on direction of option A voltage, option B current, option C power, option D frequency. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 80% കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എന്തായിരിക്കും? നമ്മൾ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ലോവർ കറണ്ട് റിലേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി കറണ്ട് ആയിരിക്കും എഴുതി വയ്ക്കുന്നത്. ആ ആൻസർ എന്താണ്? ആൻസർ തെറ്റാണ്. എപ്പോഴും എന്തായിരിക്കും വരിക? ദ ഡയറക്ഷൻ റിലേ ഓപ്പറേറ്റ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് എന്തായിരിക്കും? പവർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, തെറ്റിക്കരുത്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ റിലേ ഓപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് പവർ. വോൾട്ടേജോ കറണ്ടോ അല്ല. Direction relay operates based on the direction of power എന്ന് ഓർത്ത് വയ്ക്കുക. Power based on the direction of power flow എന്ന് നമുക്ക് പറയാൻ പറ്റും. Based on the direction of power flow. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും അത് വർക്കാവുന്ന നോക്കി. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇതിപ്പം എനിക്കൊരു ഓൾട്ടർനേറ്റർ ഉണ്ട് അല്ലേ? സപ്പോസ് ഇസ് എൻ ഓൾട്ടർനേറ്റർ. ഇത് ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്. ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് അല്ലെ? ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് ഓൾട്ടർനേറ്റർ ഉണ്ട്. ഈ ഓൾട്ടർനേറ്റർ എന്തായാലും ഒരു പ്രൈം മൂവർ വെച്ച് കറക്കുകയാണ് അല്ലെ? TPM എന്ന് പറഞ്ഞ പ്രൈം മൂവറിന്റെ ടോർക്കാണ്. പ്രൈം മൂവർ വെച്ചിട്ട് ഈ ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഞാൻ പറയാണ് if the prime mover fails അല്ലെ, that means normally അങ്ങനെ സംഭവിക്കുക, that means the prime mover is rotating this alternator അല്ലെ, and as a result the voltage is developed. voltage develop ചെയ്ത് എന്ത് ചെയ്യും, generate ചെയ്യുന്ന voltage എന്ത് ചെയ്യും, bus barലേക്ക് ഈ generator എന്ത് ചെയ്ത്, this generator is supplying the voltage to the bus bar അല്ലെ, it is supplying the voltage അല്ലെങ്കിൽ supplying the current to the bus bar അല്ലെങ്കിൽ supplying power to the bus bar എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ പറയാണ് if the prime mover fails അല്ലെ, if the prime mover TPM എന്ന് പറഞ്ഞാൽ prime mover torque ആണ് ഞാൻ പറയുന്നത്. if the prime mover fails എന്തായിരിക്കും സംഭവിക്കുക, പ്രൈം മൂവർ ഫെയിൽസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിന് എക്സ്റ്റേണൽ എനർജി ഇല്ല. therefore എന്തായിരിക്കും, the machine will work as a എന്തായിരിക്കും വരിക, the generator will become work as a motor അല്ലെ. therefore എന്ത് ചെയ്യും, ഈ മോട്ടർ ആവുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, this machine, that means the generator will go to the alternate to the motoring mode, and therefore it is going to withdraw the power from the bus bar. that means എന്തായിരിക്കും, if prime mover fails എന്തായിരിക്കും, generator becomes motor ആവും അല്ലെ, generator becomes motor and initially എങ്ങനെ ആയിരിക്കും, initially prime mover ഉണ്ടാകുന്ന സമയത്തായിരിക്കും the generator is supplying power to the bus bar. now എന്തായിരിക്കും, if the prime mover fails, the generator becomes motor and therefore it received power from the bus bar. so in order to avoid this motoring operation, we are placing which relay, we are placing directional overcurrent relay. we are placing the directional overcurrent relay. therefore if you are placing the directional overcurrent relay, what will happen, whenever there is a reverse in the power flow, then this directional overcurrent relay will operate and it will isolate the generator അല്ലെ. therefore that means if the prime mover fails, എന്തായിരിക്കും, generator becomes motor and as a result എന്തായിരിക്കും സംഭവിക്കുക, and as a result എന്തായിരിക്കും, energy received from the bus bar അല്ലെ. therefore energy received from the bus bar അല്ലെ, received from the bus bar. in order to avoid this motoring operation, എന്തായിരിക്കും, we are using directional relays അല്ലെ, directional overcurrent relay in order to avoid this motoring operation അല്ലെ, motoring operation we are using directional overcurrent relay. അപ്പോൾ എന്തായിരിക്കും വരിക, that means ഇവിടെ എന്തായിരിക്കും, എന്തിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിരിക്കൊണ്ടിരിക്കുന്നത്, എന്തിന്റെ directional overcurrent സെൻസ് ചെയ്ത്, പവറിന്റെ അല്ലെ, എന്തിന്റെ ആയിരിക്കും, that means if the power flow is from generator to bus bar ആണെങ്കിൽ normal condition, because it is generating power and it is supplying power to the bus bar. if the prime mover fails, the generator is going to absorb, or the generator is going to receive the power from the bus bar and it is continue to work as a motor. that operation is not applicable, that operation is not safe. therefore we can say that there is a reversal in the power flow. therefore that reversal in the power flow is determined by which relay, directional overcurrent relay. so we can conclude that the directional relays, it operates based on the direction of what, voltage alla, current alla, എന്തായിരിക്കും, frequency alla, ഓർത്ത് വയ്ക്കുക, works on the based on the direction of power flow. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. then next terminology, underreach, overreach. ഇത് ഓർത്ത് വയ്ക്കുക, underreach and overreach. ഈ റീച്ച് എന്ന് പറയുന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ, it is used, the reach terminology, it is used in which relays, distance relays. therefore this reach terminology, it is used in distance relays. reach terminology, it is used in distance relays. so what is meant by overreach, അല്ലെങ്കിൽ what is meant by നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ നമുക്ക് അണ്ടർ റീച്ച് നോക്കാം അല്ലെ. suppose this is a underreach. suppose this is a transmission line. Transmission line this is a relay A. line length, suppose this is a line, the length of the line, length is equal to, length of the line is equal to 100 kilometer പറയാണ്, length of the line is equal to 100 kilometer. then ഈ 100 kilometer നമ്മൾ എന്ന് പറയുന്നത് 100 kilometer is called the reach of this line. it is called the reach അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, if a fault occurs in its reach, ഈ റീച്ചിന് 100 kilometer എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് across ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഒരു ഫോൾട്ട് ഉണ്ടായി, എന്തായിരിക്കും, the relay fails to operate. അതിനാണ് നമ്മൾ ഇത് പറയുന്നത്, it is called underreach. therefore if the relay
If the fault is in its reach, the relay fails to operate. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The relay fails to operate if the fault is in its reach. It is called under reach. That means that by definition we can say that relay അല്ലെ relay fails to operate. The relay fails to operate if the fault is in its reach. അല്ലെ is in its reach. It is called under reach. That means under reach എന്ന് പറഞ്ഞാൽ ലെങ്ത് 100 കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ റീച്ച് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഈ 100 കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ റിലേ വെച്ചിരിക്കുന്നത്. അപ്പം 100 കിലോമീറ്ററിന് ആ ലൈനിന്റെ ഉള്ളിൽ തന്നെ 100 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഫോൾട്ട് ഡെവലപ്പ് ചെയ്തു. ആ ഫോൾട്ട് നമ്മൾ എ എന്ന് പറയുന്ന റിലേ പ്രൊട്ടക്ഷൻ റെസ്പോൺസിബിലിറ്റി ഉള്ള റിലേ അത് എന്ത് ചെയ്തില്ല, അത് ഓപ്പറേറ്റ് ആയിട്ടില്ല എങ്കിൽ then it is called എന്തായിരിക്കും? It is called under reach. That means the relay fails to operate if the fault is in its reach. It is called under reach. Therefore, then what is about overreach? Overreach. Next is overreach. Overreach എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരിക്കും വരിക. Therefore, this is the transmission line. അല്ലെ? Suppose the fault is here. A is the transmission line. Okay. This is the transmission line reach. A എന്ന് പറയുന്ന ലൈനിന്റെ റീച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും നമ്മൾ ഈ ലൈനിന്റെ റീച്ച് എന്ന് പറയുന്നത്. This is its reach. Suppose ഞാൻ പറയാണ് ഇതായിരിക്കും if a fault F എന്ന് പറഞ്ഞ fault if a fault is beyond its reach അല്ല F എന്ന് പറയുന്നത് ഈ A എന്ന് പറയുന്ന റിലേയുടെ റീച്ചിന് ബിയോണ്ട് ആണ് അല്ലെ. if the fault എന്തായിരിക്കും is beyond its reach then if the relay A operates it is called എന്തായിരിക്കും overreach. That means the relay may operate beyond its reach. It is called overreach. That means ഓവർ ആയിട്ട് റീച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. That means തന്റെ സോണിന് അപ്പുറത്തോട്ടുള്ള ഫോൾട്ട് ആണെങ്കിൽ തന്നെയും the relay will operate. It is called overreach. For example, therefore we can say that the relay may operate അല്ലെ. Therefore we can conclude that എന്തായിരിക്കും the relay may operate under overreach condition. The relay may operate beyond its reach. Therefore it is called overreach. So what is underreach? That means underreach means the relay fails to operate even the fault is in its reach. It is called underreach. Overreach means the relay may operate beyond its reach. It is called overreach. തെറ്റിച്ച് കളയരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. It is called overreach. The next terminology നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന terminology ആണ്. The next is instantaneous relay. Next terms instantaneous relay, next is definite relay, inverse relay, next is inverse definite minimum time relay, inverse definite minimum time relay, then very inverse relay, and last one is extremely inverse relay. That means this classification is based on the time of operation. It is based on time of operation. So based on the time of operation, relays are classified as instantaneous relay, definite relay, inverse relay, inverse definite minimum time relay, very inverse relay, and extremely inverse relay. So ഇനി നമുക്ക് വൺ ബൈ വൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇൻവേഴ്സ് ഇൻസ്റ്റാന്റേനിയസ് റിലേ നമ്മൾ മുന്നേ തന്നെ പഠിച്ചു അല്ലേ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്പീഡ് റിലേ അല്ലേ. ഇൻസ്റ്റാന്റേനിയസ് റിലേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയസ്റ്റ് സ്പീഡ് റിലേ, therefore it is having no time delay. First point, instantaneous relay. So based on the time of operation, relays are classified as എന്തായിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ. അതിന് നമ്മൾ എന്താ പറയാൻ വന്ന ഇൻസ്റ്റാന്റേനിയസ് റിലേ. നമ്മൾ മുന്നേ പറഞ്ഞ എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ഹയസ്റ്റ് സ്പീഡ് റിലേ ആയിരിക്കും, therefore it is നമുക്ക് എന്താ പറയാൻ പറ്റും? No time delay. This relay is having no time delay and operation time T is less than 0.1 second.
Then definite time relay. Definite time relay. That means irrespective of magnitude of fault, the relay will operate. That means അത് എത്ര ഫോൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആണെങ്കിലും ശരി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ആവാതെ ആ റിലേ എന്താവത്തില്ല, ഓപ്പറേറ്റ് ആവത്തില്ല. Therefore this relay will operate ഇങ്ങനെ ആയിരിക്കും, irrespective of magnitude of fault current. Operate irrespective of magnitude of fault current. Therefore the time എന്ന് പറയുമ്പോഴത്തേക്ക് time is equal to k by I to the power of n. And here n is equal to n is equal to 0. Therefore t is equal to t is equal to k. That means എത്ര ഫോൾട്ട് ആണെങ്കിലും ശരി, എത്ര ഹൈ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോൾട്ട് ആണെങ്കിലും ശരി, എന്തായിരിക്കും t is equal to k. അതെ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ ടൈം ആവാതെ എന്ത് ചെയ്യത്തില്ല, ദിസ് ഡെഫിനിറ്റ് ടൈം റിലേ എന്താവത്തില്ല, ഓപ്പറേറ്റ് ആവത്തില്ല. ഇറ്റ് ഈസ് കാൾഡ് ഡെഫിനിറ്റ് ടൈം റിലേ. Then next is called inverse time relay. അതിന് നമുക്ക് ഒറ്റ ഡെഫിനിഷൻ മാത്രം ഉള്ള മതി. നമുക്ക് ഇൻവേഴ്സ് റിലേ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് ടൈം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻവേഴ്സ് റിലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, അത് ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എങ്ങനെ ആയിരിക്കും വരിക, നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് ടൈം ടി ആണെങ്കിൽ എന്താണ് IF എന്ന് പറഞ്ഞ ഫോൾട്ട് കറണ്ട് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ഫോൾട്ട് കറണ്ട് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, വളരെ കുറച്ച് സമയത്ത് എന്തായിരിക്കും, ടൈം കുറവായിരിക്കും അല്ലെ, വളരെ കുറച്ച് സമയത്ത് തന്നെ റിലേ വിൽ ഓപ്പറേറ്റ്. റിലേ വിൽ ടേക്ക് ലെസ് ടൈം ടു ഓപ്പറേറ്റ് ഇഫ് ദ ഫോൾട്ട് ഈസ് ഹൈ. ദാറ്റ് മീൻസ് ഈ ഫോൾട്ട് കറണ്ട് ഹൈ എന്തായിരിക്കും, ടൈം ടേക്കൺ ടു ഓപ്പറേറ്റ് ഈസ് ലെസ്. അല്ലെങ്കിൽ തിരിച്ചും പറയാൻ പറ്റുന്നതായിരിക്കും, ഈ ഫോൾട്ട് കറണ്ട് ഈസ് ലോ, ദ ടൈം ടേക്കൺ ടു ബൈ ദ റിലേ ടു ഓപ്പറേറ്റ് ഈസ് ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് ഇൻവേഴ്സ് ടൈപ്പ് റിലേസ്. സോ അപ്പോൾ അതിനകത്ത് നമുക്ക് t is equal to for inverse relay, therefore ഓർത്ത് വയ്ക്കുക, അത് നമുക്ക് PSCക്ക് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസിനകത്ത് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായിരിക്കും ടൈമിന്റെ ഇക്വേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഓർത്ത് വയ്ക്കാതുകൊണ്ട് ഫോർ ഇൻവേഴ്സ് റിലേ ഇതായിരിക്കും ടൈം t is equal to k to the power of I raised to n